പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 മെയ് മാസം 9-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. സർവശക്തനായ ദൈവം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം. ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ഈ പ്രഭാതത്തിൽ അതിശക്തമേറിയ ദൈവവചനമാണ് നമ്മോട് ഇടപെടുന്നത്. നമ്മുടെ ദൈവത്തിന് വല്ല കാര്യവും കഴിയാത്തതായിട്ടുണ്ടോ? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ, ഞാനും നിങ്ങളും വേദനപ്പെടുന്ന, മുമ്പിൽ ഇനി വഴിയില്ലെന്ന് പറയുന്ന എല്ലാ വിഷയത്തെയും ഈ പ്രഭാത സന്ദേശം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കണം. കാരണം ഞാനും നിങ്ങളും കടന്നു പോകുന്ന വിഷയങ്ങളിൽ നമ്മുടെ നോട്ടത്തിൽ ഒത്തിരി അസാധ്യതകൾ കാണാം. പക്ഷേ ദൈവം നമ്മോട് മറുപടി പറയാണ്, അവനാൽ സകലതും കഴിയും. ഹല്ലേലൂയ. എൻ്റെ ദൈവത്താൽ സകലതും കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 37-ാമത്തെ വാക്യം പറയുന്നു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. നാം സേവിക്കുന്ന ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമായിട്ടില്ല. നിങ്ങൾക്കറിയാമോ അബ്രഹാമിനോട് ദൈവം എന്താണ് പറഞ്ഞതെന്നുള്ളത്? എബ്രായ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നെക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാതിരുന്നിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു. 14-ാമത്തെ വാക്യം, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന് അരുൾ ചെയ്തത്. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തനിക്ക് മുകളിൽ വേറൊരു ദൈവമില്ലാത്തത് കൊണ്ട് ദൈവം തൻ്റെ നാമത്തെ ചൊല്ലി സത്യം ചെയ്യുകയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. എന്നെ കേൾക്കുന്നവരെ, എൻ്റെയും നിങ്ങളുടെയും ഏത് സാഹചര്യത്തിലും അബ്രഹാമിനോട് വാഗ്ദത്തം പറഞ്ഞവൻ ഇന്നും ജീവിക്കുകയാണ്. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന് മാറ്റം വന്നിട്ടില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം, ഇസ്രായേലിന്റെ രാജാവായ യഹോവ, അവന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുൾ ചെയ്യുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവമില്ല. ഇതാ പ്രവാചകനോട് ദൈവം നമ്മോട് സംസാരിക്കുകയാണ്, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ വേറൊരു ദൈവമില്ല. എത്ര പേർ ഈ പ്രഭാതത്തിൽ ദൈവത്തിന് നന്ദി പറയും? ഞാനും നിങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് മുകളിൽ വേറൊരു ദൈവമില്ല. നമ്മുടെ ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 100-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം, യഹോവ തന്നെ ദൈവം എന്നറിയുവൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു, അവൻ്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. പ്രിയരെ, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ദൈവത്തിന്റെ മുമ്പാകെ സമർപ്പിക്കാം. നിങ്ങൾ നോക്കണമേ, ശിഷ്യന്മാർ യേശുവിനോട് പറയാണ്, ഇത്ര വലിയ പുരുഷാരത്തിന്റെ വിശപ്പടക്കുവാൻ നമ്മുടെ കയ്യിൽ എന്തുള്ളൂ? ശിഷ്യന്മാരോട് യേശു ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? 5 അപ്പവും 2 മീനുമാണുള്ളത്. അസാധ്യതയുടെ നടുവിലാണ് ശിഷ്യന്മാർ നിൽക്കുന്നത്. എന്നാൽ യേശുവിന്റെ കയ്യിലേക്ക് അവർ അത് കൈമാറി. എന്നെ കേൾക്കുന്നവരെ, ഈ പ്രഭാതത്തിൽ നമ്മുടെ അസാധ്യതകളെ നമുക്ക് യേശുവിൻ്റെ കയ്യിലോട്ട് കൈമാറാം. കാരണം അവൻ സർവശക്തിയുള്ള ദൈവമാണ്. ആ 5 അപ്പത്തെയും 2 മീനെയും യേശു വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു. ശിഷ്യന്മാരുടെ കയ്യിൽ അത് അസാധ്യമായിരുന്നു എങ്കിൽ കർത്താവിൻ്റെ കയ്യിലേക്ക് അത് വന്നപ്പോൾ
അവിടെ നിൽക്കുന്ന പുരുഷാരം മുഴുവൻ തിന്ന് തൃപ്തരാകുക മാത്രമല്ല, ഇതാ വലിയൊരു ശേഷിപ്പ് ബാക്കി നിൽക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ വിഷയങ്ങളെ കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുക്കാം. ഇന്ന് ഒരു അത്ഭുതം കർത്താവ് ചെയ്യാൻ പോവുകയാണ്. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, ഞങ്ങളുടെ അസാധ്യതകൾ മുഴുവൻ അങ്ങയുടെ കരത്തിലോട്ട് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഇന്ന് വലിയ അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യാൻ പോകുന്നു. അങ്ങേക്ക് കഴിയാത്തതായി ഒന്നുമില്ലല്ലോപ്പാ. അങ്ങയുടെ ജനത്തെ അങ്ങ് അനുഗ്രഹിക്കാൻ പോകുന്നതിനായി നന്ദി, അങ്ങ് മാനിക്കാൻ പോകുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എങ്കിൽ എന്നെ കേൾക്കുന്നവരെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഉറപ്പിക്കുന്നു. എല്ലാ ദിവസവും സൂമിൽ നമുക്ക് ആരാധന നടക്കും. നിങ്ങളെയും ക്ഷണിക്കുന്നു. എങ്കിൽ ഈ പ്രഭാതം വലിയ അത്ഭുതമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.